ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മൃത്യുവിനെ ജയിച്ച് കർത്താനേശു ക്രിസ്തുവിനെ സ്തുതിപ്പിൻ. മൃത്യുവിനെ ജയിച്ച് കർത്താനേശു ക്രിസ്തുവിനെ സ്തുതിപ്പിൻ. ആദ്യനും അന്ത്യനുമാ മഹാരാജനേശുവിനെ സ്തുതിപ്പിൻ. ആദ്യനും അന്ത്യനുമാ മഹാരാജനേശുവിനെ സ്തുതിപ്പിൻ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു കർത്തൃദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 49-50 വാക്യങ്ങൾ വായിക്കുന്നു. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടൊരു കല്ലെടുത്തു, കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. ഇങ്ങനെ ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. അന്ധകാരത്തിന്റെ അധിപതിയെ ആയുധവർക്കം വെപ്പിച്ച ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത്. സാധാരണ നിലയിൽ ആജാനബാഹുവും അരോഗദൃഢഗാത്രനുമായ മല്ലനായ ഗോല്യാത്തിനെ ഒരു ആട്ടിടനായ വ്യക്തിക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജീവനുള്ള ദൈവത്തെ നിന്ദിച്ച മല്ലനായ ഗോല്യാത്തിന് ദൈവം നൽകിയ ശിക്ഷയാണിത്. അന്ന് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ശൗലിന് കഴിയാതിരുന്ന കാര്യം ദാവീദിന് നിഷ്പ്രയാസം സാധിച്ചു. ദാവീദിനെ ബാലൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതായിരുന്നു. എന്നാൽ യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. യുദ്ധം ചെയ്ത് പരിചയമില്ലായിരുന്നെങ്കിലും താൻ ആട്ടിടയനായിരുന്ന കാലത്ത് ഒരു സിംഹവും കരടിയും ആടുകളുടെ നേരെ വന്നുവെങ്കിലും അവയെ കീറിക്കളഞ്ഞ സംഭവം ദാവീദിന്റെ അനുഭവമായിരുന്നു. ഇസ്രായേലിന് സ്വസ്ഥത നൽകാതെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഫെലിസ്ത്യനെ നിഷ്കരണം പരാജയപ്പെടുത്തുവാൻ ഇത് ദാവീദിനെ ശക്തിപ്പെടുത്തി. ഫെലിസ്തർ തന്റെ സ്വന്തം നാമത്തിലും ശക്തിയിലും ആശ്രയിച്ച് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഫെലിസ്തനായ മല്ലനെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ശക്തി തന്നെ ആവശ്യമായിരുന്നു. ദാവീദ് പറയുന്നത്, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. ദാവീദ് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ജീവനുള്ള സത്യദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മലനായ ഗോല്യാത്തിനെ പരാജയപ്പെടുത്തി. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിലുള്ള സന്തോഷവും ആശ്രയവും ദാവീദിന് ബലം നൽകി. മാനുഷിക ശക്തിയേക്കാൾ വലുതാണ് ദൈവശക്തി എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു സന്ദർഭമായിരുന്നു ഇത്. ഇതൊരു സാദൃശ്യമാണ്. ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന നമുക്ക് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത്. അതുകൊണ്ടാണ് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. പിശാചിന്റെ തലയെ തകർത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അന്ധകാരത്തിന്റെ അധിപതിയായ സാത്താന്റെ മേൽ അത്ഭുതം വിജയം വരിച്ച കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന പ്രവചന വാക്യമനുസരിച്ച് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പിശാചിന്റെ തലയെ തകർത്തിയിരിക്കുന്നു. പിശാചിന്റെ മേൽ വലിയ വിജയം കൊണ്ടാടിയിരിക്കുന്നു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായിച്ച് നമ്മെ ന്യായവിധിയിൽ നിന്നും സാത്താന്യ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാൻ ക്രിസ്തു സ്വയം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയൊക്കെയും വിടുവിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പിശാചിനോടുള്ള മല്ലയുദ്ധത്തിൽ പിശാച് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. സാത്താനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇപ്രകാരം വായിക്കുന്നത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ?
മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തോൽപ്പിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്, പാതാളത്തിന്റെ അധികാരത്തെ ജയിച്ചവനാണ്, പിശാചിനെ ജയിച്ചവനാണ്. ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രമർപ്പിക്കാം. ജയാളിയായ ക്രിസ്തു സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ആരാധനയ്ക്ക് പാത്രീഭൂതരാണ്. ആരാധനയ്ക്ക് യോഗ്യനായ മൂപ്പന്മാരും ജീവികളും അറുക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞ് രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമുക്കും നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് പിശാചിനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പാതാരബന്ധങ്ങളിൽ നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു ജയാളിയായി തീർന്നത് കൊണ്ട് സ്തോത്രം. ദാവീദ് ഗോല്യാത്തിനെ പരാജയപ്പെടുത്തിയതുപോലെ കർത്താവായ യേശുക്രിസ്തു പിശാചിന്റെ മേൽ വിജയമെടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് സകല മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായി തീർന്നിരിക്കയാൽ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. വേദത്തിൻ കാതലീവൻ മാനുകൂല മോക്ഷത്തിൻ പാതയും താൻ. വേദത്തിൻ കാതലിവൻ മാനുകൂല മോക്ഷത്തിൻ പാതയും താൻ. ഖേദം സഹിച്ചുകൊണ്ട് നരകുലവ്യാധി അകറ്റിയോ നാം. ഖേദം സഹിച്ചുകൊണ്ട് നരകുലവ്യാധി അകറ്റിയോ നാം.